ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ലഭിക്കും. ഹായ്, വെൽക്കം ടു അമിയാസ് കിച്ചൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്. ചീസി കോൺബോൾസാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് കോൺ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വേവിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. ഫ്രോസൺ കോൺ വെച്ച് നമുക്കിത് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഫ്രഷ് കോണാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫ്രോസൺ കോൺ ആണെങ്കിലും ജസ്റ്റ് നമ്മൾ അതിൻ്റെ സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇത് ഞാനിപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം ക്രഷ് ചെയ്തെടുത്തതാണത്. പിന്നെ ഒരു 2 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് മല്ലിയുടെ ഇല, പിന്നെ ഒരു 1/4 കപ്പ് കോൺ ഞാൻ ജസ്റ്റ് വേവിച്ച് ചതക്കാണ്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ കൊത്തുമുളക്, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ചാറ്റ് മസാല. ചാറ്റ് മസാല ഇല്ലെങ്കിൽ ഒഴിവാക്കാൻ, ഉണ്ടെങ്കിൽ നല്ലത്. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണിത്. പിന്നെ 1 കപ്പ് ചീസ് ഞാൻ എടുത്തിട്ടുണ്ട്. മോസറല്ല ചീസാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കണത്. പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഇനി നമുക്കിതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു ബോൾസാക്കി എടുക്കാം. ആദ്യം തന്നെ ഞാൻ ഈ കോൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഈ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്നും കൂടി നന്നായിട്ട് ഉടച്ചിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട്ലേറ്റിനൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിൽ ഉടച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ കുരുമുളകിൻ്റെ പൊടിയും ഈ പച്ചമുളകും ഈ കൊത്തുമുളകും എരിവ് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ചാറ്റ് മസാലയും ഗരം മസാലയും ഈ കോണും ഈ മല്ലിയുടെ ഇലയും ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമ്മൾ എടുത്ത് വെച്ചിരുന്നാൽ അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ചീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ബോൾസ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ ചീസ് ബോൾസും നന്നായിട്ട് ബ്രെഡിൽ ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബ്രെഡിൽ കോട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു 3 സ്ലൈസ് ബ്രെഡാണ് പൊടിച്ചെടുത്തിരുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായാൽ നമുക്ക് ചീസ് ബോൾ ഇതിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചീസ് ബോൾസ് ഇട്ട് കൊടുക്കാം. ഇട്ടപ്പോൾ തന്നെ ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്ന ശേഷം അത് ഇളക്കി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊട്ടാത്ത വിധത്തിൽ പതുക്കനെ വേണം ചെയ്യാൻ, അതല്ലെങ്കിൽ ഇതാകെ പൊട്ടിപ്പോവും. ഇനി ജസ്റ്റ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റാം. അപ്പം ഇതെല്ലാം ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ബാക്കിയുള്ള ചീസ് ബോൾസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചീസ് ബോൾസ് എല്ലാം ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നോമ്പിനാണെങ്കിലും ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി ഫ്രീസറിൽ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.
സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്